Okay. Good afternoon. Now, Afternoon, Miss. okay, good. Mark your attendance, please. Juliet, please turn on your video. മിസ് ക്യാമറയ്ക്ക് പ്രോബ്ലം ഉണ്ടോ മിസ്? ഓക്കെ ഗുഡ്. മോള് രാവിലത്തെ സയൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ജൂലിയറ്റ്, ക്യാൻ യു ഹിയർ മീ? ജൂലിയറ്റ്, മോള് രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ചെയ്തിരുന്നോ? പക്ഷെ ഞാൻ കണ്ടില്ല. യെസ് ഓർ നോ? രാവിലത്തെ ഫസ്റ്റ് പീരീഡ് 8:30 മിസ്സേ, അവൾക്ക് സുഖമായിട്ടില്ല, ഇപ്പോഴും ഏക്കാൻ അതുകൊണ്ട് ലേറ്റ് ആയിട്ട് ഏറ്റു വരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഞാനത് കണ്ടില്ല, ഞാൻ മെസ്സേജ് വിട്ടിട്ട് റിപ്ലൈ സുഖമായോ ഇല്ല ഞാൻ എന്താ ചോദിച്ചു റിപ്ലൈ കണ്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം ചോദിച്ചു കേട്ടോ. കുഴപ്പമില്ല. യെസ് യെസ് യെസ്. ഇപ്പം മാസാണ്. ഓക്കെ, രാവിലെ നമ്മൾ സയൻസ് എടുത്തില്ലേ? Okay, shall we start? Okay, now we are. നിങ്ങൾ ഹോംവർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? അതോ ഹോംവർക്ക് മിസ് പഠിപ്പിച്ച് മനസ്സിലായില്ല എന്ന് പറഞ്ഞിരിക്കുവാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. പേജ് നമ്പർ 111. സോൾവ് ദീസ് വേൾഡ് പ്രോബ്ലംസ്. ഓക്കെ, സോ look, first question, you can just listen now. Okay, after that you can write it yourself or I will send the PDF for it. Okay, understood what I am saying? Now you simply watch this and answer to my questions, then you can write it in your notebook. Okay, I will send the PDF later. Then look at the page number 111. First question, Deepak wants to buy a book costing 197.75. He has only 139 with him. How much money does he need to buy the book? That is the question. അതായത് ദീപകിന് ഒരു ബുക്ക് വാങ്ങണം, അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 197.75 ആണ്. പക്ഷേ ഹി ഹാസ് ഓൺലി ₹139 വിത്ത് ഹിം. കയ്യിൽ എത്രയേ ഉള്ളൂ? 139 ഉള്ളൂ. ദെൻ ഹൗ മച്ച് മണി മോർ ഡസ് ഹി നീഡ് ടു ബൈ എ ബുക്ക്? ആ ബുക്ക് വാങ്ങാൻ അവൻ ഇനി എത്ര പൈസ കൂടി വേണം? ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റിനകത്ത് മോർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് അർത്ഥം? ഇനി എത്ര വേണം എന്ന് കണ്ടു. നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്തു, അതിനകത്ത് 3/4 ഭാഗം വെള്ളം നിറച്ചു എങ്കിൽ അത് നിറയണമെങ്കിൽ ഇനി എത്ര കൂടെ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? എത്ര കൂടെ വെള്ളം വേണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ? മാസിലാകുമ്പോൾ എന്ത് പറ്റും? നമുക്കൊരു വലിയ നമ്പർ തന്നിട്ടുണ്ട്. അതായത് വലിയ നമ്പർ എന്ന് പറഞ്ഞത് കോസ്റ്റ് ഓഫ് ബുക്ക് 197.75 എന്ന്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്? 139 ആണ്. അപ്പോൾ ഇനി എത്ര വേണ്ടതെന്ന് എങ്ങനെ അറിയുന്നത്? ആ വലുതിൽ നിന്നും ഈ തന്നിരിക്കുന്ന സംഖ്യ സബ്സ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എത്ര മണിയാണ് വേണ്ടതെന്ന് കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓക്കെ, എന്താണ്? ദീപക് വാണ്ട്സ് ടു ബൈ എ കോസ്റ്റ് ഓഫ് ബുക്ക് കോസ്റ്റിംഗ് 197.5. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോസ്റ്റ് ഓഫ് ബുക്ക് അല്ലേ? എന്താണ്? ബുക്കിൻ്റെ വില എന്നല്ലേ? കോസ്റ്റ് ഓഫ് ബുക്ക് എത്രയാണോ? എത്ര തന്നേക്കുന്നേ? എത്രയാണോ കോസ്റ്റ് ഓഫ് ബുക്ക്? ദാറ്റ് ഈസ് 197.75 അല്ലേ? ദാറ്റ് ഈസ് 197.75. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തരം നമ്മുടെ കയ്യിലുള്ളത്? മണി ഹി ഹാഡ്, അവൻ്റെ ഉണ്ടായിരുന്ന പൈസ എത്രയാണ്?
അവൻ കടയിൽ പോയി ബുക്ക് വാങ്ങാൻ വേണ്ടി. കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ 179.75 പൈസയാന്ന് പറഞ്ഞു. അവൻ കയ്യിൽ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ എത്രയാണ് പൈസ ഉണ്ടായിരുന്നേ? MONEY മണി ഹി ഹാഡ്. മണി ഹി ഹാഡ് എത്രയാണ്? എത്ര മണി അവൻ്റെ ഉണ്ടായിരുന്നേ? 139 റുപ്പീസ് മാത്രമേ അവൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമുക്കിനി എത്ര പൈസ കൂടെ വേണം ബുക്ക് വാങ്ങണമെങ്കിൽ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ മണി ഹി നീഡ് ടു ബൈ ബുക്ക് അല്ലേ? ദ മണി ഹി നീഡ് ടു ബൈ ബുക്ക് അല്ലേ? ബൈ ബുക്ക് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ബുക്കിൻ്റെ വില 179.75 ആണ്. പക്ഷേ അവൻ്റെ കൊണ്ടായിരുന്നത് 139 ഉള്ളൂ. അപ്പോൾ എന്താ സിദ്ധാർത്ഥ് കൃഷ്ണ, വാട്ട്സ് യുവർ പ്രോബ്ലം? എന്തിനാ മോനെ കൈ ഉയർത്തിയേ? എനി റീസൺ? അൺമ്യൂട്ട് ചെയ്യണോ മിസ്? അൺമ്യൂട്ട് ചെയ്തേ. നോട്ടിലേക്ക് വരണോ? മോനോട് ക്ലാസ് തുടങ്ങുമ്പോഴേ മിസ് എന്താ പറഞ്ഞേ? ഓക്കെ, ജസ്റ്റ് ലിസൺ നൗ. ഓക്കെ, ദ മണി ഹി നീഡ് ടു ബൈ ബുക്ക് ഈസ് ഈക്വൽ ടു 197.75 മൈനസ് വിച്ച് നമ്പർ? ഏതാണ്? 139 അല്ലേ? 139.00 എൻ്റർ. ഓക്കെ, ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യണം. അതായത് ബുക്കിൻ്റെ വിലയിൽ നിന്നും അവൻ്റെ കയ്യിലുള്ള പൈസ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? ആൻസർ ഈസ് എന്താണ് മക്കളെ ആൻസർ? 5 - 0 5 അല്ലേ? 7 - 0 7. ദെൻ 19 - 7 8 അല്ലേ? ദെൻ അവിടെ 8 അല്ലേ ഉള്ളൂ. 8-ന് 3 പോകുമ്പോൾ 5 അല്ലേ? 1 മൈനസ് ഒക്കെ ഇല്ല. അപ്പം 58.75 അല്ലേ? സോ 58.75 that is the answer. So we can write answer here 58.95. ക്ലിയർ? കണ്ടോ? കോസ്റ്റ് ഓഫ് ബുക്ക് എന്ന് പറയുന്നത് 197.75 ആണ്. മണി ഹി ഹാഡ് അവൻ്റെ ഉള്ളത് 139 ആണ്. അതുകൊണ്ട് ദ മണി ഹി നീഡ് ടു ബൈ ബുക്ക് ഈസ് 58.95 റുപ്പീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയോട് പോയിട്ട് വാങ്ങണം. എത്രയാണ്? 58 രൂപ 95 പൈസ അമ്മയോട് വാങ്ങി ആ പൈസ കൊണ്ട് കടയിൽ കൊടുത്താലേ എന്താണ് കടക്കാരൻ ബുക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? കടം തീരുള്ളൂ അല്ലേ? പരിചയമുള്ള കടക്കാരാണെ കടം തരും അല്ലേ? ഇല്ലെങ്കിൽ പറയും ബുക്ക് കൊണ്ട് വരാൻ പറയും അല്ലേ? ഓക്കെ, ദെൻ ഓക്കെ നമ്പർ 2 എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റീമ ബോട്ട് ആപ്പിൾസ് ഫോർ ₹22.75. The shopkeeper returned 27.25. How much money did she gave? കണ്ടോ? ആപ്പിളിൻ്റെ വില എന്താ? 22.75. ഷോപ്പ് കീപ്പർ എത്രയാണ് തിരിച്ചു കൊടുത്തേ? 27.25. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഗേവ് അല്ലേ? നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പം 20 രൂപയായുള്ളെങ്കിലും നമ്മൾ 50 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 50 രൂപ കടക്കാരന് കൊടുക്കും അല്ലേ? അപ്പം കടക്കാരൻ ബാക്കി തരും
അന്നേരം നമ്മൾ അവിടെ നിന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം എത്രയാണ് അയാൾ തരുന്നത്, ശരിയാണോ, അയാൾ നമ്മളെ പറ്റിക്കുന്നൊന്നുമായിട്ടല്ല, പക്ഷെ നമുക്ക് കണക്കറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മൾ രണ്ട് സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റുന്നേ. ആപ്പിളിൻ്റെ വില എഴുതണം അല്ലേ. എന്താണ് ആപ്പിളിൻ്റെ വില? എന്താണ് ആപ്പിളിൻ്റെ വില? എങ്ങനെ എഴുതുന്നത്? കോസ്റ്റ് ഓഫ് എന്താണ്? കോസ്റ്റ് ഓഫ് ആപ്പിൾ അല്ലേ. കോസ്റ്റ് ഓഫ് ആപ്പിൾ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് എത്രയാ മക്കളെ? കോസ്റ്റ് ഓഫ് ആപ്പിൾ 22.75. 22.75. 2.75 അവിടെ വരില്ല അല്ലേ. അടിച്ചു നോക്കിയാലോ? ഇല്ല, പോട്ടെ. ഓക്കെ, ദെൻ എൻ്റർ. എന്താണ് ദ ഷോപ്പ് കീപ്പർ 27 രൂപ തിരിച്ചു കൊടുത്തല്ലേ. അപ്പം ദ മണി ഷോപ്പ് കീപ്പർ റിട്ടേൺഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദ മണി ഷോപ്പ് കീപ്പർ റിട്ടേൺഡ്. മണി ഷോപ്പ് കീപ്പർ returned. The money shopkeeper returned is equal to how much? 27.25. 27.25. Okay. അപ്പോൾ കോസ്റ്റ് ഓഫ് ആപ്പിൾ 22.75 ആണ്. മണി ഷോപ്പ് കീപ്പർ റിട്ടേൺ ചെയ്ത് 27 ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവൾ ഇതിന് കൊടുത്ത ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ കൊടുത്ത പൈസ എത്രയായിരിക്കും? മൊത്തമായ ഒരു തുക കൊടുത്തു കഴിയുമ്പോഴല്ലേ അതിൽ നിന്നും ആപ്പിളിൻ്റെ വില എടുത്തിട്ട് അയാൾ ബാക്കി തിരിച്ചു തരുന്നേ അല്ലേ. അങ്ങനെയാണെങ്കിൽ അവൾ ഷോപ്പ് കീപ്പർക്ക് കൊടുത്ത പൈസ എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് മണി ഡിഡ് അതിൻ്റെ മേളത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഗീവ്? മണി ഷീ ഗീവ് ടു ഷോപ്പ് കീപ്പർ അല്ലേ. മണി ഷീ ഗേവ് to shopkeeper. ഷോപ്കീപ്പർ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ? എങ്ങനെ കണ്ടുപിടിക്കുന്നേ? നമ്മളൊരു തുക കൊടുത്തു, ആപ്പിളിൻ്റെ വിലയെടുത്ത് അയാൾ തിരിച്ചു തന്നു. ആപ്പിളിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് 22.75 ഉള്ളൂ. പക്ഷേ അയാൾ 27.25 റിട്ടേൺ ചെയ്തു. അപ്പോൾ എന്ത് പൈസ ആയിരിക്കും അവൾ കൊടുത്തിരിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ. എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണ്ടേ? 22.75 22.75 plus what is that number? 27.25. 27.25. Okay, enter. ഓക്കെ, അപ്പോൾ 5 5 10 ആണ്. റിമൈനിങ് 1. 7 + 2 9 ആണ്. 9 + 1 10. 0. ദെൻ റിമൈൻഡർ 1. 1 + 2 3. Siddhant Krishna, listen here. Then 7. That means 0. Then remaining 1. 4 + 4 2 + 4. Remainder 1. Answer is 50.00 അല്ലേ. ഇതാണ് 5 5 10 ആണ്. റിമൈൻഡർ 1 ഉണ്ട്. 1 + 7 8 ആണ്. 8 + 2 10 ആണ്. അതിൻ്റെ 1 ഇവിടെ എഴുതി.
ആ 1 + 2 3 ആണ്, 3 + 7 10 ആണ്, 10 0 എഴുതി, 1 ഇവിടെ എഴുതി. ദെൻ 2 2 4 ആണ്, 4 + that 1 50. അപ്പോൾ ആൻസർ ഈസ് ഹൗ മച്ച് മണി? എത്രയാണ്? ആൻസർ ഈസ് 50 റുപ്പീസ് അല്ലേ? ആൻസർ ഈസ് 50 റുപ്പീസ്, 50.00. അവൾ 50 രൂപയാണ് കൊടുത്തത്. ആപ്പിളിൻ്റെ 22 രൂപ 75 പൈസ എടുത്ത ശേഷം ബാക്കി കടക്കാരൻ 27.25 റുപ്പീസ് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. രഞ്ജിനി ബോട്ട് ദ ഫോളോയിങ് തിങ്സ് ഫ്രം ദ ഷോപ്പ്. രഞ്ജിനി എന്ത് സാധനം? സിദ്ധാന്ത് ലിസൺ ഹിയർ. ഓക്കെ, രഞ്ജിനി ബോട്ട് ദ ഫോളോയിങ് തിങ്സ് ഫ്രം. രഞ്ജിനി കടയിൽ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെയാണ്? വാഷിംഗ് പൗഡർ റുപ്പീസ് 235.50, കോഫി 142.80, 2 kg ഓഫ് ഷുഗർ റുപ്പീസ് 96.30. ഹൗ മച്ച് ഡിഡ് രഞ്ജിനി സ്പെൻഡ് ഇൻ ഓൾ? ഈ രഞ്ജിനി ഗേവ് ₹5 to the shopkeeper. How much money did the shopkeeper return? കണ്ടോ, ഇപ്രാവശ്യം പോയിട്ട് അവൾ എത്ര സാധനങ്ങൾ വാങ്ങി? 3 items വാങ്ങി അല്ലേ? എന്നിട്ട് എന്തൊരു ചെയ്തു? 500 രൂപ കൊടുത്തു, 500 റുപ്പീസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഷോപ്പ് കീപ്പർ എത്ര തിരിച്ച് അവൾക്ക് കൊടുത്തു എന്നാണെന്നറിയണ്ടേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാ സാധനങ്ങളുടെയും കൂടെ വില കാണണം. അവൾ വാങ്ങിയ സാധനത്തിൻ്റെ ഒക്കെ വില ആദ്യം കൂട്ടണം അല്ലേ? അപ്പോൾ എന്താ, വാഷിംഗ് പൗഡറിൻ്റെ വില എത്രയാണ്? വാഷിംഗ് പൗഡറിൻ്റെ വില എത്രയാണ്? കോസ്റ്റ് ഓഫ് വാഷിംഗ് പൗഡർ അല്ലേ? വാഷിംഗ് പൗഡർ, കോസ്റ്റ് ഓഫ് വാഷിംഗ് പൗഡർ എത്രയാണ് മക്കളെ? കോസ്റ്റ് ഓഫ് വാഷിംഗ് പൗഡർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 235.50. 4 ആണോ? അല്ല, 50. ദെൻ നെക്സ്റ്റ് എന്താണ്? കോഫി അല്ലേ? കോസ്റ്റ് ഓഫ് കോഫി. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് കോഫി. കോസ്റ്റ് ഓഫ് കോഫി ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? കോസ്റ്റ് ഓഫ് കോഫി 142.80. 142.80 അല്ലേ? കോസ്റ്റ് ഓഫ് കോഫി ഈസ് ഈക്വൽ ടു 140. ദെൻ ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഷുഗർ 2 kg ഓഫ് ഷുഗർ. കോസ്റ്റ് ഓഫ് 2 kg ഓഫ് ഷുഗർ. യെസ്, ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 കിലോ പഞ്ചസാരയ്ക്ക് എത്രയാടോ? 96.30. 96.30 വന്നില്ലേ? അല്ലേ? സോ ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പം എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്? ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദീസ് തിങ്സ്? ആഡിങ് ടുഗദർ അല്ലേ? വി വാണ്ട് ടു ആഡ് ദീസ് numbers together. So cost of all things, cost of things he bought എന്നാണ് വേണ്ടത്. കോസ്റ്റ് ഓഫ് തിങ്സ്. വന്നില്ലേ?
cost of is equal to എങ്ങനെയാണ് 235.50 plus 142.80 plus 96.30. We will have to add first 200 rupees 234 അല്ല 5.50 പ്ലസ് ദെൻ എത്രയാടോ 142.80 142.80 എൻ്റർ. ദെൻ എത്രയാണ് 2 kg ഓഫ് ഷുഗർ, ദാറ്റ് ഈസ് 96.30. ദാറ്റ് ഈസ് ഉണ്ടോ, പ്ലേസ് വാല്യൂ കീപ്പ് ചെയ്യണം നമുക്ക്, ഉണ്ടോ 96 point how much 30. Okay, we can add this together. Okay, add ചെയ്യണം. Then add ചെയ്യുമ്പോൾ 0 എന്തായി മാറി 0 ആണല്ലേ. 8 plus 3 plus 5 plus 3 8 plus 8 16 1 റിമൈൻഡിങ് ഉണ്ട്. ദെൻ then 5 plus 2 7 plus 6 addition അറിഞ്ഞൂടെ. So add this, we will get 400 okay 474 കിട്ടും. 0.64. Okay, answer is 474.64. So total cost is equal to 474.64. ക്ലിയർ? അപ്പോൾ അവൾ വാങ്ങിയ സാധനങ്ങൾക്കെല്ലാം കൂടെ ഇത്രയും രൂപയായി. അവൾ കടക്കാരന് എത്രയാണ് കൊടുത്തേ? 500 ആണല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് then the amount she gave to the shopkeeper അല്ലേ. The amount she gave അല്ലേ. The amount she gave is equal to how much? എത്ര കൊടുത്തത്? That is 500 അല്ലേ. So 500 അല്ലേ. The amount she gave is equal to 500. So how much money the shopkeeper will return? സാധനങ്ങൾക്ക് 474 rupees അല്ലേ ആയത്. ദ എമൗണ്ട് ഷീ ഗേവ് എത്ര കടക്കാരന് കൊടുത്തത്? 500 ആണല്ലേ. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് വാട്ട് ഇസ് ദ എമൗണ്ട് ദ ഷോപ്പ് കീപ്പർ വിൽ റിട്ടേൺ? സിമ്പിൾ സബ്സ്ട്രാക്ഷൻ അല്ലേ. സോ നെക്സ്റ്റ് വി വാണ്ട് ടു ഫൗണ്ട് ഹൗ മച്ച് മണി ഡിഡ് ദ ഷോപ്പ് കീപ്പർ റിട്ടേൺ? ദ എമൗണ്ട് അല്ലെങ്കിൽ മണി ഷോപ്പ് കീപ്പർ റിട്ടേൺ അല്ലേ.
shopkeeper returned. The money shopkeeper returned is equal to how much? We can find that answer. Okay, is equal to 500 minus 500.00 minus next number is 474.64 അല്ലേ 64. നമ്മുടെ സമയം കഴിയാൻ പോകുന്നുണ്ട്. മിസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതും മിസ് അതിൻ്റെ PDF അയച്ചു തരാം, അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് PDF-നകത്തുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. ദ മണി ഷോപ്കീപ്പർ റിട്ടേൺ ഈസ് ഈക്വൽ ടു ദെൻ 00. 10 മിനിറ്റുള്ളിൽ നമ്മുടെ സമയം കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകണം നമുക്ക് എഴുതണമെങ്കിൽ. ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ? 500 മൈനസ് 400 25.40 ആണ് കേട്ടോ. അവിടെ എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മിസ് ഇവിടെ ആൻസർ എഴുതാം. ഈസ് ഈക്വൽ ടു 25.20 25.40. ക്ലിയർ? ഓക്കെ, നമ്മൾ 500 മൈനസ് 474 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 25.40 കിട്ടും. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം തീരും. ഓക്കെ, മിസ്സിന് ചിലപ്പോൾ പറയാൻ സമയം കിട്ടത്തില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീല bought 5 meters of cloth for rupees 235.20. What is the cost of a meter of cloth? Sheila bought 5 meters of cloth. How many? 5 meters of cloth. Then what is the cost of that cloth? 235.20. അല്ലേ? So we want to find cost of 1 unit. So that is division. ഓക്കെ, നമ്മൾക്ക് ഒരു വലിയ സംഭവം തന്നിട്ട് അതിൽ നിന്നും കുറച്ച് ഭാഗത്തിൻ്റെ കാണാൻ പറഞ്ഞാൽ ഡിവിഷനാണ് കേട്ടോ. ഇനി കുറച്ച് ഭാഗം തന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ കാണാൻ പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷനാണ്. നമുക്കിവിടെ 5 മീറ്റർ തുണിയാണ് വാങ്ങിയത്, അതിൽ നിന്നും 1 മീറ്ററിൻ്റെതാണ് നമുക്ക് കാണേണ്ടത്. സോ ഇറ്റ് വിൽ ബി എന്താണ് ഓപ്പറേഷൻ? എന്താണ്? ഡിവിഷൻ ആയിരിക്കും കേട്ടോ. സോ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഷീല ബോട്ട് മീറ്റേഴ്സ് ഓഫ്, അപ്പം ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് കോസ്റ്റ് ഓഫ് ക്ലോത്ത്. ക്ലിയർ? എന്താണ് കോസ്റ്റ് ഓഫ് ക്ലോത്ത്? കോസ്റ്റ് ഓഫ് ക്ലോത്ത് എത്രയാണ് മക്കളെ? ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 235.20. 235 ഓക്കെ പോയിൻറ്റ് എത്രയാണ്? 200. Then next we want to find what is the cost of the meter of a meter. So next step is എത്രയാ വാങ്ങിയത്? LENGTH length of തിരിഞ്ഞു പോയല്ലോ മക്കളെ. ലെങ്ത് ഓഫ് എന്താണ്? ക്ലോത്ത്. CLOTH ക്ലോത്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ക്ലോത്ത് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 5 മീറ്റർ അല്ലേ? 5 മീറ്റർ. സോ വി വാണ്ട് ടു ഫൈൻഡ് കോസ്റ്റ് ഓഫ് 1 മീറ്റർ ക്ലോത്ത്. സോ COST കോസ്റ്റ് ഓഫ് 1 മീറ്റർ എന്തോന്ന്? ക്ലോത്ത് അല്ലേ? H is equal to, how can we find this? 235.20
divided by okay 235.20 divided by which number 5. Okay, that is equal to we can divide it using മക്കളെ ഇനിയിപ്പം സമയം കുറവാ മിസ് അത് ഡിവിഷൻ കാണിച്ചു തരാമായിരുന്നു നിങ്ങൾക്ക്. ഒരു സെക്കൻഡ്. ഇപ്പോൾ സമയം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പോകും നമ്മുടേത്, അല്ലേ മിസ് കാണിച്ചു തരാമായിരുന്നു. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇനിയിപ്പം മിസ് നിങ്ങൾ പിന്നെ ഇതിൽ കുത്തി വരയ്ക്കല് കേട്ടോ. മിസ് മൊത്തം ഡിസേബിൾ ചെയ്യാൻ പോവാണ് നിങ്ങളെ. അതിൻ്റെ ആൻസർ കൂടെ എഴുതിയിട്ട് മിസ് കാണിച്ചു തരാം എങ്ങനെ ഡിവിഷൻ നടത്തുന്നത്. 234 ദാറ്റ് ഈസ് ഈക്വൽ ടു 47 ആൻസർ ഈസ് ഈക്വൽ ടു 47.04 ആണ്. ഓ വന്നില്ലേ. ആൻസർ ഈസ് ഈക്വൽ ടു 47.04 ആണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് മിസ് കാണിച്ചു തരാം. ഡിവിഷൻ മെത്തേഡിൽ മിസ് കാണിച്ചു തരാം. പിന്നെ അടുത്തത് അതുപോലെ തന്നെ വരും ചോക്ലേറ്റിൻ്റേത്. നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ് മിസ് പോവാത്തത്. എ ചോക്ലേറ്റ് ബാർ കൺസിസ്റ്റ് ഓഫ് 15.25. ഹൗ മച്ച് മണി വിൽ ബി റിട്ടേൺ ഓഫ് അമൻ ഇഫ് ഹി ബൈസ് 3 ചോക്ലേറ്റ് ബാർസ് ആൻഡ് ഗീവ്സ് 10 റുപ്പീസ് നോട്ട്. കണ്ടോ? അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോസ്റ്റ് ഓഫ് ചോക്ലേറ്റ് ബാർ ഈസ് ഈക്വൽ ടു 15.25. നെക്സ്റ്റ് നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഹി ബോട്ട്, അവൻ വാങ്ങിയത് ഈസ് ഈക്വൽ ടു 3. ആൻഡ് കോസ്റ്റ് മണി ഹി ഗീവ് ഇറ്റ് ടു ദ ഷോപ്പ് കീപ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ആൻഡ് ഷോപ്പ് കീപ്പറിന് എത്ര തിരിച്ചു കൊടുക്കും? ഹൗ മച്ച് മണി നോക്കട്ടെ എത്ര സമയം ബാക്കിയുണ്ടെന്ന്. ഓൺലി 3 minutes. ഓക്കെ, നോക്കിക്കോളൂ എങ്ങനെ ഡിവിഷൻ ചെയ്യുന്നതെന്ന്. ഇനി നിങ്ങൾ സ്ക്രീനിൽ തൊടല്ലേ, നിങ്ങൾ നോക്കി ഇവിടെ വരും. ഓക്കെ, ഓക്കെ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഇനി നിങ്ങൾ സ്ക്രീനിൽ തൊട്ടില്ല കേട്ടോ മക്കളെ. എന്താണ് 235.20 divided by which number 5 അല്ലേ? which number 5. So we take this first number 2, but we know 2 is smaller than 5, so we cannot take 5 from 2. നമുക്ക് 2-ൽ നിന്നും 5 എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 23 എടുത്തു. നമ്മൾ 23 എടുത്തു. ക്ലിയർ? ഇനി 23-ൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ 1 5 5, 2 5 10, 3 5 15, 4 5 20, 5 5 25. ഇവിടെ 25 ഉണ്ടോ? 23 അല്ലേ ഉള്ളൂ. സോ നമുക്ക് 5-ലേക്ക് പോകാൻ പറ്റത്തില്ല. സോ 1 5 5, 2 5 10, 3 5 15, 4 5 20. സോ വി ക്യാൻ റൈറ്റ് 4 5 20. 4 ഇവിടെ, ദെൻ 20. ക്ലിയർ? ദെൻ സബ്ട്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യാം. 23-ൽ നിന്നും 20 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 3 - 0 3 ആണല്ലോ. ഈ 2-ൽ നിന്ന് 2 പോകുമ്പോൾ 0 ആണ്, അതുകൊണ്ട് അത് എഴുതണ്ട. ഇനി ഈ 5-നെ നേരെ താഴോട്ട് ഇറക്കിയിട്ടു. സോ ഹിയർ 25. ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സബ്ട്രാക്ഷൻ. ഓക്കെ, സോ ഇനി 1 5 5, 2 5 10, 3 5 15, 4 5 20, 5 5 25,
6 5 30, 7 5 35. നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് 35 അല്ലേ വേണ്ടേ? സോ 7 5 35. 7 5 35. ഇനി അഗെയിൻ സബ്സ്ട്രാക്ഷൻ. 5 minus 0, 5 0, 3 minus 0 0. Then we can, okay, then 2-വിനെ ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഓക്കെ, സോ 2-വിന് 20. സോ നമുക്ക് 2-വിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? 5 അല്ലേ? 2 സ്മോളർ ദാൻ 5 ആണല്ലോ. 2 ഇതിനേക്കാൾ സ്മോളാണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യണം?